അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജാസ്മീസ് ഹോം വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രെഡിൽ പാലോ ബട്ടറോ മുട്ടയോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ 500 ഗ്രാം മൈദയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. 500 ഗ്രാം മൈദ എന്ന് പറയുമ്പോൾ 250 ml കപ്പിൽ 3.5 കപ്പ് ഉണ്ടായിരിക്കും. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ മണിമണിയായിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, 2.5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മളെ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ 3.5 കപ്പ് മൈദയിലേക്ക് 1.25 കപ്പ് വെള്ളമാണ് ആകെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നന്നായിട്ട് നമ്മൾ കുഴച്ച് കൊടുക്കേണ്ടി വരും. നമ്മൾ കുഴച്ച് നല്ല സോഫ്റ്റ് ആയാൽ മാത്രമേ നമ്മളെ ബ്രെഡും സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിത് കുഴച്ചെടുത്തിട്ട് വരാം. കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടെയൊക്കെ എക്സ്ട്രാ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ നമ്മുടെ മാവ് ഒരു 20 മിനിറ്റൊക്കെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നമുക്കിതിങ്ങനെ താഴോട്ട് മടക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൽ വെച്ചിട്ട് ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി വയ്ക്കാം. ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഒരുപാട് പൊങ്ങി വന്നിട്ടുണ്ട്. കറക്റ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാവ് പൊങ്ങി വന്നിരുന്നു. ആ സമയത്ത് ഞാൻ ആ ഒരു തുണി എടുത്ത് മാറ്റി വലിയൊരു പാത്രം വെച്ച് അടച്ച് വെച്ചതായിരുന്നു. ഇനി നമുക്കിതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കണം. അതിനായി ഒരു പലയിലിട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ പഞ്ച് ചെയ്താലും മതി. നമ്മൾ പരത്തിയെടുക്കുമ്പോഴേക്കും പെട്ടെന്ന് എയർ ബബിൾസൊക്കെ പോയി കിട്ടുന്നത്. നമ്മൾ എയർ ബബിൾസ് ഒഴിവാക്കിയെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ വലിയ വലിയ ഹോൾസായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എയർ ബബിൾസൊക്കെ ഒഴിവാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഷേപ്പിലാണോ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു ബോക്സിലാണ് ബ്രെഡ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ അലൂമിനിയം ഫോയിലിട്ട് ഒട്ടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൽ ബേക്ക് ചെയ്യുമ്പോൾ കരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ അങ്ങനെ ഒരു പ്രശ്നവും ഇതിനില്ല. നിങ്ങൾക്കും വേണേൽ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബേക്കിംഗ് ട്രേ ഉണ്ടായിരിക്കണം എന്നില്ല. ഇനി ഈ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്രെഡിൻ്റെ മാവ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുക്കാം. ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായി ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്.
ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാനൊരു ചെറിയൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പാത്രത്തിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് നമ്മുടെ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 50 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രെഡൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാനിത് തുറന്നിട്ടുണ്ട്. നമുക്കൊരു സ്റ്റിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം, ഇത് വെന്തിട്ടുണ്ടോ നമുക്കറിയാം. അപ്പോൾ ഇത് കുത്തി നോക്കുമ്പോൾ അതുമേൽ ഒന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റിക്ക് മേൽ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളത് റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കൂടെയൊക്കെ നിങ്ങൾക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത ആ ഒരു ബോക്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ബ്രെഡിൻ്റെ അടിഭാഗമാണ്. കരിഞ്ഞു പോവുകയോ ഒന്നും ആയിട്ടില്ല. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു.